ഒരു നാടൊന്നാകെ ഒരു മനുഷ്യന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന നാളുകളായിരുന്നു അത്. 2 മാസത്തിലധികം നീണ്ട സമാനതകളില്ലാത്ത രക്ഷാദൌത്യം ഒടുവിൽ കേരളത്തിന്റെ കണ്ണീരേറ്റുവാങ്ങി അർജുന്റെ ജന്മനാട്ടിലേക്കുള്ള മടക്കം. ഓരോ മലയാളിയുടെ മനസ്സിലെയും ഒരു നോവോർമ്മ കൂടിയാണ് അർജുനും ശിരൂർ അപകടവും. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഷഫീഖിന് ഈ ദിവസമൊക്കെ നല്ല ഓർമ്മയുണ്ടാകും. ആദ്യം സംഭവ സ്ഥലത്തേക്ക് ഷഫീഖും പിന്നീട് സുനിലും നിഷാദ് റാവുത്തറും ഒക്കെ പോയ ഒരു സമയം കൂടെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് പ്രാർത്ഥനയോടെ കേരളം ഒന്നാകെ ഒരു വാർത്തയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിരൂർ അപകടമായിരുന്നു. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഒരു വർഷമായി എത്തിയിരിക്കുന്നത്? ആ നാളുകൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ ഷഫീഖ്? കഴിഞ്ഞ വർഷം ഇതേ ദിവസം ആണ് ശിരൂരിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായ വലിയ അപകടം ഉണ്ടായത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അതിൽ ഒരു മലയാളി ലോറി ഡ്രൈവർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത്. ആ ദിവസം നമ്മൾ ആ ഭാഗത്തേക്ക് പോയി. വലിയ രൂപത്തിലുള്ള മണ്ണിടിച്ചൽ ശിരൂർ ഉൾപ്പെടുന്ന ആ ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി മറ്റൊരു വഴിയിലൂടെയാണ് ആ ഭാഗത്തേക്ക് വാഹനങ്ങളെ കടത്തിവിട്ടത്. ആ ദിവസം വൈകുന്നേരത്തോടു കൂടി നമ്മളവിടെ എത്തിയപ്പോൾ അതിൻ്റെ കേരളത്തിൽ നിന്ന് ആ ഭാഗങ്ങളിലേക്ക് കാർവാറിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് ആദ്യം എത്തിയപ്പോൾ അവിടെ വലിയ മൺകൂട്ടം പോലീസും ആളുകളുമൊക്കെ ആ ഗതാഗതം നിയന്ത്രിക്കുന്ന രൂപമാണ് കണ്ടത്. പിന്നീട് വലിയ വളഞ്ഞ വഴിയിലൂടെ രാത്രി ആണ് നമ്മൾ ഈ സംഭവ സ്ഥലത്ത് ആദ്യമായി എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. പിന്നീട് ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നമ്മളെ ആ സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് വാഹനത്തിൽ നമ്മൾ ആ സംഭവം നടന്ന സ്ഥലത്ത് ആ രാത്രി എത്തുകയാണ്. ആ രാത്രി എത്തിയപ്പോൾ തന്നെ ഒരുപാട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ദേശീയപാതയിലുണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുകയായിരുന്നു. രാത്രിയും വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആദ്യ ദിവസം തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അതിനുശേഷം വലിയ കാലാവസ്ഥയിൽ വലിയ അനുകൂലമല്ലാത്ത സാഹചര്യമുണ്ടായി. ഗംഗാവാലി പുഴയിൽ വലിയ കുത്തൊഴുക്കുണ്ടാവുന്നു. ഈ ശിരൂർ ഉൾപ്പെടുന്ന മേഖലയിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. അതിൻ്റെ ദിവസങ്ങളിലൊക്കെയും മണ്ണ് കൂടിയിരുന്ന ദേശീയപാതയോട് ചേർന്ന ഭാഗത്ത് ലോറി ഉണ്ടാവണം. ആ വലിയ ലോറി ആ മണ്ണിടിച്ചലിൽ ഒഴുകിപ്പോവാനുള്ള സാധ്യത കുറവാണ് എന്ന ധാരണയാണ് ആദ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാതയോട് കുന്നോട് ചേർന്നിരിക്കുന്ന ആ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുമ്പോൾ അർജുൻ്റെ ലോറി ഉൾപ്പെടെ ലഭ്യമാവും എന്നൊരു പ്രതീക്ഷയിലാണ് ആ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തത്. ആദ്യ മണിക്കൂറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനായിരുന്നു. പക്ഷേ അവിടെയുള്ള മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തപ്പോഴും ലോറിയോ മറ്റേതെങ്കിലും സാധ്യങ്ങളോ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നേവിയുടെ സംഘം അവിടെ എത്തി. നേവിയുടെ സംഘം 4 പോയിന്റുകളാണ് അടയാളപ്പെടുത്തിയത്. പുഴയിൽ 4ഇടത്ത് ഈ വലിയ ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന് നേവിയുടെ റഡാർ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ആ പോയിന്റിൽ 2ാമത്തെ സ്ഥലത്താണ് പിന്നീട് ലോറി ഉൾപ്പെടെ അർജുൻ ആ ക്യാബിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ആ ഭാഗങ്ങളിലേക്ക് പരിശോധന നടത്താനുള്ള ഒരുപാട് പ്രയാസങ്ങൾ കർണാടക സർക്കാരിനും ദുരന്ത ബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുസ്സഹമായ അവസ്ഥയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ വലിയ മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗംഗാവാലി പുഴയിൽ അതിശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. ഇത് രണ്ടും ആ ഭാഗങ്ങളിലുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നത് വലിയ പ്രയാസം അനുഭവപ്പെടുന്ന ദിവസങ്ങൾ. പ്രാർത്ഥനയോടുകൂടി ആ നാട് മുഴുവനും ഒരുപാട് ആളുകൾ കാത്തിരുന്നിട്ടും ആ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. മുങ്ങൽ വിദഗ്ധനായിരുന്ന ഈശ്വർ മൽപെ നടത്തിയ മുങ്ങൽ പരിശോധന മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഡ്രഡ്ജർ കൊണ്ടുവന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കത്തിൽ ആ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായ. അതിൽ പിന്നീട് വലിയ ഇടപെടൽ 2 സർക്കാരുകൾ തമ്മിൽ, കർണാടക സർക്കാരും അതോടൊപ്പം തന്നെ കേരള സർക്കാരും നടത്തിയ വലിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ മാസങ്ങളോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷം 72ാം ദിവസമാണ് അർജുനെ ഉൾപ്പെടെ ആ ലോറിയെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാത്രി നമ്മൾ അവിടെ എത്തി പോലീസിൻ്റെ വാഹനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓടൊപ്പം ആ സംഭവ സ്ഥലം സന്ദർശിച്ചതിൻ്റെ പിറ്റേ ദിവസം ആ സ്പോട്ടിലെത്തി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ച് രാവിലെ തന്നെ അവിടെ എത്തിയപ്പോഴാണ് 3 കിലോമീറ്റർ ദൂരം മാധ്യമപ്രവർത്തകരെ മുഴുവനും ബാരിക്കേഡ് സ്ഥാപിച്ച് അതിനപ്പുറത്താണ് മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ ചിത്രീകരിക്കാനും വാർത്തകൾ നൽകാനും ഒക്കെ സാധിച്ചിരുന്നത്. അവിടെയാണ് കാർവാർ MLA ആയിരുന്ന
അപ്പോൾ നമ്മൾ അന്ന് രാത്രി അവിടെ എത്തി എന്നതാണ് അതിൽ ഒരു പ്രത്യേകത. അതിനുശേഷം മലയാളി മാധ്യമങ്ങൾ കർണാടക സർക്കാരിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പിന്നീട് കേരളത്തിൽ നിന്നെത്തിയ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും അവിടെ എത്തി അവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഒടുവിലാണ് 72ാമത്തെ ദിവസം അർജുനെ ഉൾപ്പെടെ ലോറി കണ്ടെത്തി അവിടെ നിന്ന് കോഴിക്കോടുള്ള കണ്ണാടിപ്പറമ്പിലുള്ള വീട്ടിലേക്ക് വലിയ വിലാപയാത്ര പോലെ ഈ മൃതദേഹം എത്തിക്കാൻ കഴിഞ്ഞത്. യെസ് ഷഫീഖ്, എന്തായാലും 1 വർഷമാകുന്നു അർജുൻ കാണാതായിട്ടും. പിന്നീട് അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ, ഈ അവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മുഖങ്ങളൊക്കെ നമ്മൾ ഓർത്തു പോവുകയാണ്. അന്ന് കടന്നുപോയ ഒരു സംഘർഷത്തിലൂടെ വീണ്ടും ആ വാർത്തകൾ കേൾക്കുമ്പോൾ കടന്നു പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ അവിടെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അവർക്കും വലിയൊരു നോവോർമ്മയാണ്. അവർക്ക് മാത്രമല്ല, നമ്മുടെ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയ ക്യാമറാമാനുണ്ട്. ഇവിടുന്ന് ബിബിൻ ജെയിംസ്, ഷിജിത്ത്, ഷബീർ, വിഷ്ണു ഇവരൊക്കെയായിരുന്നു പോയിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വേദനിപ്പിക്കുന്ന ഓർമ്മ തന്നെയാണ്. അപ്പോൾ ഈ ദിവസം ഇങ്ങനെ വീണ്ടും കടന്നു വരുന്നു, ആ കാര്യങ്ങളൊക്കെ ഒരു വട്ടം കൂടി മനസ്സിലിങ്ങനെ പോവുകയാണ്.